നമ്മൾ സാധാരണ ഈ ഗൂഗിളിൽ എന്തെങ്കിലും തിരയേണ്ടി വന്നു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനാണ് ഉപയോഗിക്കുക. കാര്യം എന്ത് തിരയുന്നതിനും ഗൂഗിൾ സെർച്ച് എഞ്ചിൻ മതിയെന്നാണ് ഒരു പൊതുവെയുള്ള ധാരണ. എന്നാൽ പുതിയൊരു സെർച്ച് എഞ്ചിനുമായി ഒരു കൂട്ടം മലയാളികൾ രംഗത്ത് വന്നിരിക്കുന്നു. സുഭാഷ്, ദിലീപ്, വിൻസി എന്നിവരുടെ കൂട്ടായ്മയാണ് ടെക് ലോകത്തെ നൂതന ഒരു സെർച്ച് എഞ്ചിനുമായി വരാൻ കാരണമായിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ AI സെർച്ച് എഞ്ചിൻ എന്ന സവിശേഷതയും ഇവരുടെ കൂട്ടായ്മയുടെ ഈ കണ്ടെത്തലിനുണ്ട്. ChatGPT അരങ്ങുവാഴുന്ന ലോകത്തേക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI സെർച്ച് എഞ്ചിനായ നോഫ്രിൽസുമായി 3 മലയാളി യുവാക്കൾ എത്തുന്നത്. ChatGPT അരങ്ങുവാഴുന്ന ടെക് ലോകത്തേക്കാണ് 3 മലയാളി യുവാക്കൾ വിപ്ലവം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുന്നത്. ChatGPT പുതിയ സെർച്ച് എഞ്ചിൻ അവതരിപ്പിക്കുന്നതിനിടെയാണ് തത്സമയ ലാർജ് ലാംഗ്വേജ് മോഡൽ സാങ്കേതികവിദ്യയിൽ മലയാളികളുടെ സൗജന്യ സെർച്ച് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. 11 ഇന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷിനെയും പുതിയ സെർച്ച് എഞ്ചിൻ സപ്പോർട്ട് ചെയ്യും. ഒരു സെർച്ച് എഞ്ചിൻ എന്നതിനപ്പുറം ഏറ്റവും താഴെത്തട്ടിൽ വരെ പ്രാദേശിക ഭാഷയിൽ വിവരം നൽകിക്കൊണ്ട് വിജ്ഞാനശേഖരം എളുപ്പമാക്കലാണ് നോഫ്രിൽസ് AIയുടെ ലക്ഷ്യമെന്ന് മലയാളിയായ S. സുഭാഷ് പറയുന്നു. കീവേഡിന് പകരം നാച്ചുറൽ ലാംഗ്വേജിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും എന്നുള്ളതും ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പ്രിഫേർഡ് ലാംഗ്വേജസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനും ആൻസർ കണ്ടെത്താനും പറ്റും എന്നുള്ളതും ആണ്. AI പ്രയോജനം എല്ലാവരിലേക്കും എത്തിക്കുക, അതുപോലെ തന്നെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ. നിലവിൽ 11 ഇന്ത്യൻ ഭാഷകളിൽ സേവനം ലഭ്യമായ ഇന്ത്യയുടെ ആദ്യ AI സെർച്ച് എഞ്ചിൻ കൂടുതൽ ഭാഷകളിൽ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള യാത്രയിലുമാണ്. ടെക് ലോകത്ത് വേഗത്തിൽ വളരുന്ന ഇന്ത്യ പോലെയൊരു രാജ്യത്ത് പ്രാദേശിക ഭാഷയിൽ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വിദ്യാർത്ഥികൾക്കടക്കം വലിയ ഉപകാരമാകും ഉണ്ടാക്കുക. AI പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഓട്ടോണമസ് സ്റ്റോർ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച വാട്ടൈസെയിലിന്റെ സ്ഥാപകരും ഇതേ മലയാളി കൂട്ടായ്മ തന്നെയായിരുന്നു. പിന്നീട് ആമസോൺ വാട്ടൈസെയിലിനെ സ്വന്തമാക്കുകയും ചെയ്തു. നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന AI സെർച്ച് എഞ്ചിനുകളിലൊന്നായി മാറാനും നോഫ്രിൽസിന് ഇതിനകം സാധിച്ചിട്ടുണ്ട്. S. ശ്യാംകുമാർ, 24, കൊച്ചി.